പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞാൻ ആദ്യമായിട്ടാണ് വചനം പങ്കുവയ്ക്കുന്നത്. അതിനുള്ള കൃപയും അനുഗ്രഹങ്ങളും എനിക്ക് ഉണ്ടാകുവാൻ വേണ്ടി നിങ്ങളേവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ലേവ്യരുടെ പുസ്തകം 26-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ബൈബിളിലുടനീളം മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൂടാരം സ്ഥാപിച്ച് നമ്മോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ദൈവം. നമ്മുടെ ചുവടുകൾ ഇടറി നാം അകന്നു പോയാലും നമ്മെ വിട്ടുപേക്ഷിക്കാതെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം മാത്രമായ നല്ല ദൈവം. ആ ദൈവത്തിന് കൂടാരമൊരുക്കുവാൻ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്ന ഏറ്റവും അനുയോജ്യമായ ഇടം നമ്മുടെ ഹൃദയം തന്നെയാണ്. ഒരുക്കമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ ദൈവം നമുക്കുള്ളിൽ എന്നും വസിക്കും. നമ്മുടെ ഹൃദയം ഒരുക്കമുള്ളതാക്കുവാൻ കത്തോലിക്ക സഭയിൽ നമുക്ക് ആവർത്തിച്ച് സ്വീകരിക്കുവാൻ സാധിക്കുന്ന ദിവ്യകാരുണ്യവും, അതുപോലെ തന്നെ നമ്മുടെ പാപമോചനത്തിനു വേണ്ടി കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മെ യോഗ്യരാക്കുവാൻ ഒരു മരക്കൂടിനപ്പുറം വൈദികൻ്റെ രൂപത്തിൽ നമ്മെ കാത്തിരിക്കുന്ന ഈശോയുമുള്ള നമ്മൾ ഒത്തിരി ഭാഗ്യവാന്മാരാണ്. ഈ കൂദാശകൾ സ്വീകരിച്ച് ദൈവത്തിന് വസിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നമ്മുടെ മനസ്സൊരുക്കി, നമ്മുടെ ജീവിതങ്ങളെ ഒരുക്കി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.